ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും പറയുന്ന വലിയൊരു പരാതിയാണ്, ഉസ്താദേ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം കൊള്ളൂല, മൂപ്പര് കള്ളുകുടിയനാണ്, മൂപ്പര് കഞ്ചാവ് വെക്കുന്നുണ്ട്, മൂപ്പര് ഇങ്ങനെ വീഡിയോ വലിക്കുന്ന ആളാണ്, മൂപ്പര് ഇങ്ങനെ എപ്പോഴും ഫോണിൽ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്, അതുപോലെ എനിക്ക് ചെലവിന് തരുന്നില്ല, എൻ്റെ മക്കളെ നോക്കുന്നില്ല, എപ്പോഴും തെറി പറയുകയാണ്, എപ്പോഴും എൻ്റെ കുടുംബക്കാരെ ചീത്ത പറയുക, ഇങ്ങനെ നൂറ് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഭർത്താവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് പല ഉമ്മമാരും. അവരോട് പറയട്ടെ, നിങ്ങൾക്കുള്ള വലിയ പോംവഴിയാണ്, ആ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാനുള്ള വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒന്ന് കേട്ടു നോക്ക്. ദുസ്വഭാവമുള്ള ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കാൻ ആ ഭർത്താക്കന്മാർ അറിയാതെ ഭാര്യമാർ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി നമ്മൾ പറയുന്നത്. ഈ 3 കാര്യവും ചെയ്ത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നായ ഒരുപാട് അനുഭവം പറഞ്ഞ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാവുന്നതാണ്. അല്ലാഹു തആല നമ്മുടെയും നമ്മുടെ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ സ്വഭാവങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പറയുന്നത് ഭാര്യമാരോടാണ്. എനിക്ക് സംസാരിക്കാനുള്ളത് ഭാര്യമാരോടാണ്. ഭർത്താക്കന്മാരുടെ പല ദുസ്വഭാവം കൊണ്ടും പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരൊക്കെ കമൻറ്റിൽ ഒരുപാട് ദുആവസിയത്ത് പറയാറുണ്ട്. ഭർത്താവിൻ്റെ സ്വഭാവം മോശമാണ് ഉസ്താദെ, ഭർത്താവ് കള്ളു കുടിക്കുകയാണ്, വീട് വലിക്കുകയാണ്, കഞ്ചാവിനടിമയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ദുആവസിയത്തുകൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഇത് മാറാനുള്ള വഴി? ഇപ്പോൾ നമ്മൾ ഭർത്താവിനോട് നിങ്ങളുടെ ദുസ്വഭാവം നിങ്ങളുടെ കള്ളുകൂടി മാറാൻ വേണ്ടി ഞാനിതാ ഉസ്താദ് പറഞ്ഞിട്ട് ഇത് കലക്കിത്തരാം, അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുകയാണ് എന്നൊക്കെ മൂപ്പരറിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലാവും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങളുണ്ട്. അത് ഭർത്താവ് അറിയാതെയാണ് ഭാര്യമാർ ചെയ്യേണ്ടത്. ഭർത്താവ് അറിയാതെ ഭാര്യമാർ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭർത്താക്കന്മാരോട് എനിക്കൊന്ന് പറയാനുണ്ട്. അതായത് ഈ ഭാര്യമാർ, നമ്മുടെ അമ്മോഷൻ അല്ലെങ്കിൽ പെണ്ണിൻ്റെ, നമ്മുടെ ഭാര്യയുടെ വലിയ നമുക്ക് കൈപിടിച്ച് ഓളെ തന്നത് അള്ളാൻ്റെ പേര് പറഞ്ഞിട്ടാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇതൊരു ബലിഷ്ഠമായ കരാറാണെന്ന്. അപ്പോൾ നല്ല ഒരു ബലിഷ്ഠമായ കരാറിലാണ് അല്ലേ നമ്മുടെ ഭാര്യയെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഭാര്യയെ കരയിപ്പിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്, അസ്സൗജു മുഅദ്ദബുൻ ലിബുഖാഇ സൗജതിഹി. ഇതൊരൊറ്റ ഹദീസ് മതി. ഭർത്താക്കന്മാരെ, നിങ്ങൾ കാശിൻ്റെ പേര് പറഞ്ഞ്, സമ്പത്തിൻ്റെ പേര് പറഞ്ഞ്, സ്ത്രീധനത്തിൻ്റെ പേര് പറഞ്ഞ്, സൗന്ദര്യത്തിൻ്റെ പേര് പറഞ്ഞ്, അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ നമ്മുടെ ഭാര്യമാരോട് പറയാറുണ്ട്, ചെയ്യാറുണ്ട്. അവരൊക്കെ ആ ഒരു വിഷമത്തിൽ കരഞ്ഞാൽ നമ്മുടെ കച്ചവടത്തിൽ ഒരു ബർക്കത്തുണ്ടാവില്ല. നമ്മുടെ സ്വഭാവം കാരണം നമ്മുടെ ഭാര്യ കരഞ്ഞിട്ട് നമ്മൾ കച്ചവടം ചെയ്താൽ നമ്മുടെ കച്ചവടം മുടിഞ്ഞേ പോകൂ. അത് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു വാപ്പ, ഏതെങ്കിലും ഒരു സഹോദരന് കച്ചവടം ചെയ്തിട്ട് ബറക്കത്തില്ലേ, കച്ചവടം ചെയ്തിട്ട് ലാഭമില്ല, നഷ്ടം മാത്രമാണോ ഉള്ളത് എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക, എൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, എൻ്റെ ഉമ്മയോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മയോടുള്ള പെരുമാറ്റം നമുക്ക് മറ്റൊരു പ്രാവശ്യം പറയാം. ഇതിപ്പോൾ പറയാനുള്ള ഭാര്യയോടുള്ള പെരുമാറ്റത്തെ പറ്റിയാണ്. ഭർത്താക്കന്മാർ 3 തരമാണ്. ഒന്നാമത്തെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയോട് നല്ല സ്നേഹം, മക്കളോട് നല്ല സ്നേഹം, എന്തൊക്കെയാണോ അവർക്ക് വേണ്ടത് അത് മുഴുവനും ചെയ്തു കൊടുക്കുന്ന, ഭാര്യയോട് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അത് ഒന്നാമത്തെ കാറ്റഗറിയാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ തീരെ നോക്കാത്തവർ, പേരിനൊരു കെട്ടിയോനുണ്ട് എന്ന് മാത്രം. പേരിനൊരു കെട്ടിയോൻ, കല്യാണം കഴിഞ്ഞു എന്ന് പറയാനേ പറ്റൂ. അല്ലാതെ അയാളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത ചില ഭർത്താക്കന്മാരോട് ഒരു ഉപകാരവും ഇല്ല, ഉപദ്രവം മാത്രമേ ഉള്ളൂ. കള്ളു കുടിച്ചിട്ട് വന്ന് തല്ലും, അതുപോലെ തെറി വിളിക്കും, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ മക്കളെ നോക്കാറില്ല, ചെലവിന് കൊടുക്കാറില്ല. പേരിന് ഭർത്താവ്, ഹസ്ബൻഡിൻ്റെ കോളത്തിൽ പേരെഴുതാൻ ഒരാളുണ്ടെന്ന് മാത്രം. അങ്ങനെ എത്രയോ ആളുകളുണ്ട്, എത്രയോ ഉമ്മമാരുണ്ട്. നീറി കഴിയുന്ന, പടച്ചോനെ ഒന്ന് മരിച്ചെങ്കിൽ എന്ന് വരെ ചിന്തിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അതാണ് രണ്ടാമത്തെ കാറ്റഗറിയിലെ ഭർത്താക്കന്മാർ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആള് കുഴപ്പമില്ല, തരക്കേടില്ല, പക്ഷെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല. ചെലവിന് കൊടുക്കും, പൈസ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും, പക്ഷെ നല്ല സംസാരമില്ല, നല്ല പെരുമാറ്റമില്ല,
അവരോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. അയാൾ വേറെ ഏതോ മുറിയിൽ പോയി കിടക്കും, ഭാര്യ മക്കളുമായിട്ട് വേറെ മുറിയിൽ പോയി കിടക്കും. അങ്ങനെ ഒരു സ്നേഹമുണ്ടോ, സ്നേഹമുണ്ട്, സ്നേഹമില്ല, ആ ഒരു തരത്തിൽ. അപ്പോൾ ഈ രണ്ടാമത്തെ വിഭാഗത്തിലും മൂന്നാമത്തെ വിഭാഗത്തിലും ഞാൻ ഒരു ഭർത്താവാണ്, ഞാനും പെടാൻ പാടില്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു ഉപ്പയും ഒരു സഹോദരനും പെടാൻ പാടില്ല, ഒന്നാമത്തെ വിഭാഗത്തിൽ പെടണം. അള്ളാഹുവിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇനി എൻ്റെ സഹോദരിമാരോട് ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം നിങ്ങൾ ഓരോരുത്തരും ബുദ്ധിമുട്ടുകയാണോ എങ്കിൽ ആ ഭർത്താവ് അറിയാതെ ചെയ്യേണ്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ കേട്ടോ, ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ഒരു ഭാര്യയും ഭർത്താവും ചെന്നു. ഭാര്യയും ഭർത്താവും ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകൂല, ഞങ്ങൾ ഭയങ്കര അടിയാണ്, എപ്പോഴും വഴക്കാൻ, ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് ചെയ്യണം, ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് ക്ലാസ് വേണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്നത്, ഒരു പ്രശ്നവും ഇല്ലല്ലോ. പക്ഷേ അവിടെ വെച്ച് തന്നെ 1ഉം 2ഉം പറഞ്ഞിട്ട് ഡോക്ടറുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഭാര്യയും ഭർത്താവും വഴക്കിടുകയാണ്. അപ്പോൾ ഡോക്ടറിന് കാര്യം മനസ്സിലായി. അയാൾ എന്ത് ചെയ്തു? അയാൾ ഭർത്താവിനോട് ഒന്ന് പുറത്തു നിൽക്കാൻ പറഞ്ഞു, ഭർത്താവിനോടൊന്ന് പുറത്തു നിൽക്കാനും പറഞ്ഞു. എന്നിട്ട് ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു മരുന്ന് തരാം, ഒരു കുപ്പി മരുന്ന് തരാം. ഈ ഒരു കുപ്പി മരുന്ന് ഇത് ഭർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ, ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളത് വായിലേക്ക് ഒഴിച്ച് ഇങ്ങനെ വെക്കുക, കവളിങ്ങനെ വീർപ്പിച്ച് വെക്കുക. അതായത് വെള്ളം വായിൽ വെക്കുക, അത് ഇറക്കാനും പാടില്ല, തുപ്പാനും പാടില്ല. എന്നിട്ട് ഭർത്താവ് നിങ്ങളുടെ അടുക്കൽ നിന്ന് പോകുന്ന സമയത്ത് മാത്രമേ ഈ വെള്ളം തുപ്പാൻ പാടുള്ളൂ. ഇതൊരു അത്ഭുതകരമായ മരുന്നാണ്. അങ്ങനെ ഭാര്യ സമ്മതിച്ചു. അങ്ങനെ ഈ മരുന്നുമായിട്ട് ഭാര്യയും ഭർത്താവും പോയി. 2 ആഴ്ച കഴിഞ്ഞ് അവർ തിരിച്ചു വരികയാണ്. ഡോക്ടർക്ക് പേടിച്ചു പോയി. കാരണം 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്, നല്ല സൗഹാർദ്ദത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്, ഇഷ്ടത്തിലാണ്. അപ്പോൾ ഡോക്ടറിനോട് ആ ഭാര്യയും ഭർത്താവും ചോദിച്ചു, ഡോക്ടർ എന്ത് അത്ഭുത മരുന്നാണ് ഞങ്ങൾക്ക് തന്നത്? ആ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു മറുപടിയാണ് എനിക്ക് എൻ്റെ ഉമ്മമാരോടും പറയാനുള്ളത്. എന്താണെന്നറിയോ? ആ ഡോക്ടർ പറഞ്ഞത്, ഇതൊരു സാധാ പച്ചവെള്ളമാണ്, ഒന്നുമില്ല, വെറുതെ പച്ചവെള്ളം, ഞാൻ എൻ്റെ പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഇത് ഞാൻ തന്നപ്പോൾ നിങ്ങളത് വായിൽ കൊണ്ടു. എപ്പോഴാ? ഭർത്താവ് ദേഷ്യപ്പെട്ട് ഭർത്താവ് വഴക്കിടുന്നതിന് വേണ്ടി അടുക്കളയിലേക്കോ മറ്റു സ്ഥലത്തേക്കോ വരുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? നിങ്ങളുടെ വായിൽ വെള്ളമാണ്, അത് ഇറക്കാനും പാടില്ല, തുപ്പാനും പാടില്ല. അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ വന്നിട്ട് അയാളുടെ മനസ്സിലുള്ള നീ ഇങ്ങനെ എന്താ ഉപ്പില്ലാത്ത കറിക്ക് എന്താ ഉപ്പില്ല, അതില്ല, പുളിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ദേഷ്യപ്പെടും. അപ്പോൾ ഈ സമയത്ത് ഭാര്യയാകുന്ന നിങ്ങൾ മിണ്ടാതെ നിന്നു. നിങ്ങൾ എന്ത് ചെയ്തു? ഇത് എന്നോടല്ല പറഞ്ഞതെന്ന രൂപത്തിൽ നിങ്ങൾ മിണ്ടാതെ നിന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ദേഷ്യമുണ്ടാകും. സാധാരണ നിങ്ങൾ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ചു ദേഷ്യപ്പെടുന്ന സമയത്തായിരുന്നു അവിടെ പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ മിണ്ടാതിരുന്നപ്പോൾ പ്രശ്നം അവസാനിച്ചു. ഇതാണ് എനിക്ക് ഒന്നാമതായി എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടും പറയാനുള്ളത്. അതായത് ഭർത്താവ് ദേഷ്യപ്പെടുന്ന സമയത്ത്, ഭർത്താവിൻ്റെ ആ ദുസ്വഭാവത്തിൻ്റെ ആ ഒരു സമയത്ത് ചിലപ്പോൾ തെറി പറയും, ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ പോയി പറയടി, നിൻ്റെ വാപ്പാനോട് പറ, നിൻ്റെ ഉമ്മാനോട് പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടും. ഒരക്ഷരം കമാന്ന് മിണ്ടരുത്. നമ്മൾ കരുതേണ്ടത് പുള്ളി വേറെ ആരോടോ സംസാരിക്കുന്നതാണ് എന്ന് കരുതിയാൽ മതി. എൻ്റെ ഭർത്താവ് വേറെ ആരോടോ ദേഷ്യപ്പെടുന്നത് എന്നോടല്ല എന്ന് മനസ്സിൽ കരുതിയാൽ മതി. ഇപ്പോൾ ചില സമയത്തൊക്കെ ഭർത്താവിന് ദേഷ്യം വരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പരമാവധി ഒന്ന് ഒഴിവാക്കുക. അത് ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണം. ഭർത്താവിന് ദേഷ്യം വരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടം മീൻകറി വെക്കുമ്പോൾ മുളകിട്ട് വെക്കുന്നതായിരിക്കും. മുളകിട്ടിട്ട് വെക്കുന്നതാണ്. ഈ മുളക് പൊടി കൂടുതലിട്ട് വെക്കുന്ന പരിപാടിയുണ്ട്, തേങ്ങ ചേർക്കാതെ. അതാണ് ഭർത്താവിന് കൂടുതൽ ഇഷ്ടം. നമ്മളെന്ത് ചെയ്തു? അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെടേണ്ട, എനിക്കിഷ്ടം തേങ്ങ അരച്ച് ചേർത്തതാ എന്ന് വിചാരിച്ച് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് മീൻകറി ഉണ്ടാക്കുമ്പോൾ അവിടെ സ്വാഭാവികമാണ് പ്രശ്നമുണ്ടാക്കും. അയാൾ പ്രശ്നമുണ്ടാക്കും. നീ എന്തിനാണത് ഉണ്ടാക്കിയത്? എനിക്കിഷ്ടമല്ലെന്നറിയാം, എന്നിട്ട് നീ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പ്രശ്നം കൂടുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഭർത്താവിന് എന്താണോ ഇഷ്ടം അതങ്ങോട്ട് ചെയ്തേക്കുക. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഭാര്യ മാക്സി ഇടുന്നതായിരിക്കും ഭർത്താവിന് ഇഷ്ടം. നെയ്റ്റി മാക്സി എന്ന് പറയൂലേ. പക്ഷെ ഇവൾ എന്ത് ചെയ്യും? ഓൾക്ക് ഇഷ്ടം എന്താണ്? ചുരിദാർ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് മൂപ്പരില്ലാത്ത സമയത്ത് ചുരിദാർ ഇടാം, മൂപ്പരുള്ള സമയത്ത് ആ മാക്സി അങ്ങോട്ട് ഇട്ടേക്കുക. ആ മനഃപൂർവ്വം വഴക്കങ്ങോട്ട് ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ ഭർത്താവിന് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭർത്താവുള്ള സമയത്ത് ഈ ഫോൺ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഫോൺ ഇങ്ങനെ വാട്സപ്പിൽ കയറും, ഫേസ്ബുക്കിൽ കയറും, ഇൻസ്റ്റാഗ്രാമിൽ കയറും, ഇതിങ്ങനെ മാറി അയാളിങ്ങനെ നോക്കിയിരിക്കുക. അയാൾക്ക് ദേഷ്യം വരും. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ മൂപ്പര് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൂപ്പരെ കാണാതെ എവിടെയെങ്കിലും പോയിട്ട് ഉപയോഗിക്കുക.
നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ചിട്ടും നമ്മളോട് വഴക്കിടാൻ വരുന്ന, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുന്ന, നമ്മളെ കുറ്റപ്പെടുത്തുന്ന, ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവരോട് പറയട്ടെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ഒന്ന് ക്ഷമിക്കണേ. ക്ഷമിക്കുന്ന ഭാര്യമാർക്ക് കിട്ടുന്ന പ്രതിഫലം മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയോടൊപ്പം നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി സ്വർഗ്ഗത്തിൽ പോവാം. ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന ഭാര്യയ്ക്ക് അള്ളാഹു ഈ ദുന്യാവിൽ വെച്ച് തന്നെ സ്വർഗം കൊടുക്കും. എങ്ങനെ? മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ആ പെണ്ണ് സ്വർഗത്തിൽ ഏത് സ്ഥാനത്താണെന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ടായിരിക്കും അവൾ മരിക്കുക. കാരണം ആസിയ ബീവി അങ്ങനെയാണ് മരണപ്പെട്ടത്. ആസിയ ബീവി മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ തനിക്കുള്ള കൊട്ടാരം കണ്ടിട്ടാണ് മരിച്ചത്. എന്നതുപോലെ ഈ പെണ്ണും ഭർത്താവിന്റെ ദുസ്വഭാവത്തിൽ ക്ഷമിക്കുന്ന ഭാര്യക്കും ആ ഒരു കൂലി അള്ളാഹു കൊടുക്കുമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനിയോ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഭർത്താവ് വീണ്ടും ദേഷ്യപ്പെടുകയാണെങ്കിൽ ഉമ്മമാരെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കുക. ഭർത്താവ് അറിയാതെ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക. അതായത് മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമാണ് ഏറ്റവും നല്ലത്. സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം, ഒരു പാത്രം വെള്ളം, അതിലേക്ക് ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് എഴുതി വെച്ചോ, വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ, ശ്രദ്ധിച്ചു കേട്ടോ. ഏതാണ് ഒന്നാമതായി പറയേണ്ടത്? ഒന്നാമതായി നമ്മൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഊതേണ്ടത് 3 ഫാത്തിഹ സൂറത്താണ്. 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് 3 പ്രാവശ്യം. 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് എന്ന സൂറത്ത്. 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് എന്ന സൂറത്ത്. 3 പ്രാവശ്യം ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതുക. അതുപോലെ തന്നെ 1 പ്രാവശ്യം സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും ആ ആയത്ത് ഓതുക. അതുപോലെ തന്നെ 3 പ്രാവശ്യം അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 3 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ 9 പ്രാവശ്യം, ഇതാണ് ഏറ്റവും കൂടുതലായി നമ്മൾ പറയേണ്ടത്, 9 പ്രാവശ്യം സൂറത്തുൽ മസദ് ഏതാ? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന് മുമ്പുള്ള സൂറത്ത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, അത് 9 പ്രാവശ്യം ഓതുക. അതുപോലെ തന്നെ സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്ത്, അത് റബ്ബനാ ഹബ് ലനാ അസുവാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന ആ ഒരു ആയത്ത് 3 പ്രാവശ്യം. അപ്പോൾ ഒന്നുകൂടി കേട്ടോ, പറയാൻ പോകുന്നു. ലിസ്റ്റായി നിങ്ങൾ ഇപ്പോൾ തന്നെ എഴുതി വെച്ചോ. 3 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 1 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 പ്രാവശ്യം ആയത്തുൽ കുർസി, 1 പ്രാവശ്യം ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ. അതിനുശേഷം അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 3 പ്രാവശ്യം. അത് കഴിഞ്ഞ് തബ്ബത് യദാ എന്ന് തുടങ്ങുന്ന സൂറത്ത് 9 പ്രാവശ്യം. അത് കഴിഞ്ഞ് സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്ത്, അതായത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ എന്ന് തുടങ്ങുന്ന ആയത്ത് 3 പ്രാവശ്യം. ഇത്രയും കാര്യം സുബഹി നമസ്കാരത്തിന് ശേഷം നിസ്കാരപ്പായിലിരുന്നോ അല്ലെങ്കിൽ ഏതാണോ സൗകര്യമുള്ളത് ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് ഒരു ഗ്ലാസ്സോ ഒരു മൊന്തയിലോ ഒരു പാത്രത്തിലോ വെള്ളം എടുത്തിട്ട് അതിൽ ഓതുകയും, ഇഷ്ഫി ഹൂ എന്ന് പറഞ്ഞ ഊതലല്ല, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മന്ത്രിക്കലാണ്. ഒരു പാത്രം വെള്ളം എടുത്തത് അത് മന്ത്രിക്കുക. ആ വെള്ളം കൊണ്ട് വെള്ളമായിട്ട് കൊടുക്കാം, അത് ചൂടാക്കി ചൂടുവെള്ളമായിട്ട് കൊടുക്കാം, ചായ ആയിട്ട് കൊടുക്കാം, കട്ടൻ ചായ കൊടുക്കാം, പാൽ ചായ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അപ്പത്തിന് കുഴക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പത്തിന് അരക്കുന്ന സമയത്ത് ഈ വെള്ളം ഒഴിക്കാം. പുട്ടിന് പൊടി കുഴക്കുന്ന സമയത്ത് ഇതൊഴിക്കാം, അല്ലെങ്കിൽ കറിയിൽ വെള്ളം ചേർക്കുന്ന സമയത്ത് ഇതൊഴിക്കാം. ഇതെങ്ങനെയെങ്കിലും മൂപ്പരുടെ വയറ്റിലൊന്ന് എത്തിയാൽ മതി. വെറുതെ വന്നാൽ മന്ത്രിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ പൊടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. നിങ്ങളുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി മന്ത്രിച്ച വെള്ളമാണ് അല്ലേ, ഒന്നുകൂടി ഒരു അടി കിട്ടും. അങ്ങനെ ചെയ്യരുത്. വെള്ളമായിട്ട് കൊടുക്കാതിരിക്കുക നല്ലത്. അല്ലെങ്കിൽ വെള്ളം ചോദിച്ചാൽ ഈ വെള്ളം കൊടുക്കാം. അല്ലാതെ നമ്മൾ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൊണ്ടേ കൊടുത്താൽ ഇതെന്തിനാണെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ പണികൾ ചെയ്യുക. എന്തെങ്കിലും ചായയായിട്ടോ അല്ലെങ്കിൽ മറ്റു കറികളിലോ മറ്റു കാര്യങ്ങളാക്കി കൊടുക്കുക. അപ്പോൾ ഇത് എത്ര ദിവസം? 21 ദിവസം ചെയ്യുക. ഉസ്താദേ, അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് മെൻസസ് ആയാൽ എന്ത് ചെയ്യും? മെൻസസ് ആയാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 21 ദിവസമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 5 ദിവസം ചെയ്തു, 6ാമത്തെ ദിവസം നിങ്ങൾക്ക് മെൻസസ് ആയി അല്ലെങ്കിൽ നിസ്കാരം പോയി. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ 6, 7, 8 എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. അപ്പോൾ എത്രയാണോ ചെയ്തത് അത് കഴിഞ്ഞ് മെൻസസ് സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് അത് പൂർത്തീകരിച്ച് 21 ദിവസം കഴിഞ്ഞിട്ട് മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ 41 ദിവസം ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാവും.
ഇത് ഹക്കാണ്. ഇതാരാ? നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ആയത്തുകളാണ്. അതുപോലെ തന്നെ സ്വഹാബിമാർ നമുക്ക് പഠിപ്പിച്ച് നൽകിയതാണ്, ഔലിയാക്കന്മാർ പഠിപ്പിച്ചതാണ്, മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ആയത്തുകളാണ്, സൂറത്തുകളാണ്, സ്വലാത്ത് അല്ലേ, ഇതൊക്കെ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി മറ്റൊരു വഴി കൂടിയുണ്ട്, അതാണ് മൂന്നാമത്തെ വഴി. അതെൻ്റെ ഉമ്മമാരെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചില ഉമ്മമാർ സഹോദരിമാർ ചോദിക്കും, ഉസ്താദ് എൻ്റെ ഭർത്താവ് ഗൾഫിൽ ഇരുന്നിട്ടാ മൂപ്പര് ഈ ഫോണിൽ വിളിച്ചിട്ടിങ്ങനെ തെറി പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വെള്ളത്തിൽ മന്ത്രിച്ച് ഫ്ലൈറ്റിൽ കൊടുത്തയക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഓതിയിട്ട് ദ്വാരക്ക്, അല്ലാ പടച്ചോനെ എന്നെ നീ കാക്കണേ അല്ലാ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കണേ അല്ലാ എന്ന് നമ്മൾ പറഞ്ഞ് നമ്മൾ ദ്വാരക്കുക, നമ്മൾ ദ്വാ ചെയ്യുക. ഇനി മൂന്നാമതായി ശ്രദ്ധിക്കുകയാണ്, മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് സുബ്ഹി നമസ്കാരത്തിന് മുമ്പ്, അതായത് തഹജ്ജുദ് ആയിട്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ തഹജ്ജുദ് അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നിസ്കരിക്കാം. സുബ്ഹി നമസ്കാരത്തിന് മുമ്പ്, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം, ഒന്നുകിൽ സുബ്ഹി നമസ്കാരത്തിന് മുമ്പോ അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ ഏതെങ്കിലും ഒരു സമയത്ത്, രണ്ട് സമയത്ത് നിസ്കരിച്ചാൽ നല്ലതാണ്. 2 റക്അത്ത് നിസ്കാരമുണ്ട്, 2 റക്അത്ത് നിസ്കാരം. ഈ നിസ്കാരത്തിന്റെ നിയ്യത്ത് വെക്കേണ്ടത് 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ഇതാണ് നിയ്യത്ത്. 2 റക്അത്ത് ഹാജത്ത് നിസ്കാരം. എന്നിട്ട് നമ്മൾ വജ്ഹത്ത് ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് ആദ്യത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് 3 പ്രാവശ്യം സൂറത്തുൽ ഫുർഖാനിന്റെ 74-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. 3 പ്രാവശ്യം ഓതുക. എന്നിട്ട് റുകൂഅ്, ഇഅ്തിദാല്, സുജൂദൊക്കെ ചെയ്തിട്ട് 2ാമത്തെ റക്അത്തിലേക്ക് വന്ന് അല്ലാഹു അക്ബർ, എന്നിട്ട് ഫാത്തിഹ ഓതുക. 2ാമത്തെ റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് ഓതിയിട്ട് 3 പ്രാവശ്യം റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ആ ദുആ 3 പ്രാവശ്യം പറയുക. എന്നിട്ട് റുകൂഅ് സുജൂദൊക്കെ ചെയ്ത് സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അങ്ങനെ സലാം വീട്ടുക. ഇത് എത്ര ദിവസം? 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണമെന്നാണ്. 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. എന്നിട്ടോ നമ്മൾ ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ലതുപോലെ ദ്വാരക്കുക. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന ദുആ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ പടച്ചോനെ നീ ഒന്ന് സലാമത്താക്കി തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് നമ്മൾ നല്ലതുപോലെ ദ്വാരക്കുക. 7 ദിവസം ചെയ്യുക. ഇൻഷാ അല്ലാഹ് മാറ്റമുണ്ടാകും. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഒരു 101 രൂപ നമ്മൾ മനസ്സിൽ കരുതുക. ഇൻഷാ അല്ലാഹ് എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ നമ്മുടെ അടുത്ത് ഏത് പള്ളിയാണോ ഉള്ളത്, നമ്മുടെ മഹല്ലത്ത് പള്ളി ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പള്ളി ഉണ്ടാവുമല്ലോ, അത് തൈക്കാവ് ആവട്ടെ ജുമാഅത്ത് പള്ളി ആവട്ടെ, ഏത് പള്ളിയാണെങ്കിലും കുഴപ്പമില്ല, ആ പള്ളിയിലേക്ക്, ആ പള്ളിയുടെ കുറ്റി ഉണ്ടാവില്ല, പള്ളിക്കുറ്റി ഉണ്ടാവും, 101 രൂപ എൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാനുള്ള നേർച്ചയാക്കി ഞാനിതാ കൊടുക്കുന്നു എന്ന നിയ്യത്തിൽ ഒരു 101 രൂപ നമ്മുടെ ആ പള്ളിക്കുറ്റിയിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നോക്കിൻ അല്ലാഹു തആല പരിപൂർണമായ സലാമത്ത് തരും, ഉറപ്പാൻ. കാരണം ഇവിടെ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വെറുതെ അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. ഇത് ഖുർആനാണ്, ഹദീസാണ്, മഹത്തുക്കൾ പറഞ്ഞ കാര്യങ്ങളാണ്, അവർ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സ്വഭാവം നന്നാക്കുക, നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവം, നമ്മുടെ മക്കളുടെ സ്വഭാവം എല്ലാം നന്നാവാൻ ഈ കാര്യങ്ങൾ ചെയ്തു നോക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ സ്വഭാവങ്ങളെ അല്ലാഹു തആല നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് പേരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഖൈറായ ഇണകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ബറക്കത്തും നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു നൽകട്ടെ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അവരും ഇത് കേൾക്കട്ടെ, അവരും പഠിക്കട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.